കർമ്മയുടെ 5-ാം ദിവസത്തെ അത്തപ്പൂക്കളം നമ്മൾ ഇളക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഇട്ടത് ഗണപതിയായിരുന്നു, രണ്ടാമത്തെ കഥകളി, മൂന്നാമത്തെ ശിവൻ, നാലാമത്തെ കർമ്മയുടെ ലോഗോ തന്നെയാണ് ഇട്ടിരുന്നത്, 5-ാമത്തത് ബുദ്ധ ഇളക്കാൻ പോവുകയാണ് കേട്ടോ. തീരുമാനിച്ച അടുത്ത് എന്താണെന്ന് ഇല്ല, അപ്പം അടുത്ത ഇടുന്നത് എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇളക്കാൻ പോവുകയാണ്. നമുക്ക് ഇത് ഇളക്കിയതിന് ശേഷം ഇവിടെയൊക്കെ കഴുകി വൃത്തിയാക്കി ന്യൂസ് പേപ്പറൊക്കെ ഇടുന്നതായിരിക്കും. അതിനുശേഷം നമുക്കിനി ബാക്കി വീഡിയോ പിടിക്കാം. ഒരാദ്യം ഇവിടെ കഴുകി വൃത്തിയാക്കി പേപ്പറൊക്കെ ഇട്ടതിന് ശേഷം തീരുമാനിക്കുക ഏതാണെന്ന് ഇടുന്നത്. അതിനുശേഷം നമുക്കിനി ബാക്കി വിഷ്ണുവിന്റെ മോള വീഡിയോ ഇട്ടത് ഒത്തിരി പേര് കണ്ടു, ഒത്തിരി വ്യൂസ് കയറിയതിൽ ലൈക്കും ഉണ്ട്, ഒത്തിരി ലൈക്കും കിട്ടി. നിങ്ങളുടെ മെയിൻ ആർട്ടിസ്റ്റ് ഉണ്ടോ എന്ന് വരെ വരയ്ക്കാൻ വരും? ഇന്നില്ല. അവരുടെ മെയിൻ ആർട്ടിസ്റ്റ് രാജേഷ് ഇന്നുമില്ല. ഇന്ന് കർമ്മയിലുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ഇന്ന് ഡിസൈൻ ചെയ്യുന്നത്. ഡിസൈൻ തീരുമാനിച്ചിട്ടില്ല, ഇവർ എത്തിയിട്ടില്ല. ഇവർ രണ്ടുപേര് മാത്രമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വന്നതിന് ശേഷം ബാക്കി ഇവരിവിടെയൊക്കെ കഴുകി വൃത്തിയാക്കി മിസ്റ്റേക്കാം. ഇവിടെ കഴുകി വൃത്തിയാക്കി ന്യൂസ് പേപ്പറൊക്കെ അടുക്കിയിട്ടുണ്ട്. ഇനി കുറച്ചൊക്കെ വേണ്ടി ന്യൂസ് പേപ്പർ ഇടാനായിട്ട്. കർമ്മയിൽ രണ്ടുപേര് മാത്രമേ എത്തിയിട്ടുള്ളൂ കേട്ടോ, ബാക്കിയുള്ളവരാരും എത്തിയിട്ടില്ല. ഇനി അവരെല്ലാം കൂടെ എത്തിയതിന് ശേഷമാണ് ഇനി ഏതാണ് ഇടേണ്ടതെന്ന് അവർ തീരുമാനിക്കുന്നത്. കർമ്മ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്.
കർമ്മയുടെ സെക്രട്ടറി ഇപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഇങ്ങനെ അത്തപ്പൂക്കൾ ഇടുന്നുണ്ട്. ഉറങ്ങി കിണീച്ച് വരുന്ന ലക്ഷണമുണ്ട് കണ്ടിട്ട് കേട്ടാ. ഒരു ഉറക്കം കഴിഞ്ഞ ലക്ഷണമുണ്ട്. വന്നതാ നിൽക്കുന്നേ. ഹായ് കൊടുക്ക്. സെക്രട്ടറി അറിയട്ടെ എല്ലാരും. അടുത്തിരിക്കുന്ന കണ്ണാടി പേര് സൂരജ്. ഹായ് കൊടുക്ക്. അറിയട്ടെ എല്ലാരും. പണ്ട് പാടവരമ്പത്തിലൂടെ കണ്ട പാടവരമ്പ് കണ്ട കണ്ട പാടവരമ്പെന്ന് കാണിച്ചു കൊടുക്കും. ന്യൂസ് പേപ്പർ കംപ്ലീറ്റ് വിരിച്ചിട്ടുണ്ട്. ഇതുവരെ തീരുമാനമായില്ലേടേ എന്താണ് ഇടുന്നതെന്ന്. സെക്രട്ടറി ഇതുവരെ തീരുമാനിച്ചില്ല എന്താണ് ഡിസൈൻ. തീരുമാനിച്ചില്ല. അതാ ഇനിയൊക്കെ ആൾക്കാരെ വിളിച്ച് കൂട്ടുന്നതേ ഉള്ളു. ഓരോരുത്തർ വരുന്നുണ്ട്. അവർ വന്നിട്ട് തീരുമാനിക്കും കേട്ടോ. ഓക്കെ. എണ്ണത്തിനെ കൊണ്ട് തയ്ക്കാൻ കഥകളി വരച്ച് 2-ാം ദിവസമായിരുന്നു. ഇന്നലെ അരവിന്ദ് പറഞ്ഞ അവനെ ഇപ്പൊ അറിയപ്പെടുന്ന കഥകളി അരവിന്ദാണെന്ന്. ഇന്ന് അവര് കോൾ വരില്ല. ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നെറ്റിപ്പട്ടം കെട്ടിയ ആന. നല്ല ഗോൾഡ് നെറ്റിപ്പട്ടവും നല്ല വെള്ള കൊമ്പ് എല്ലാം. സെലക്ഷൻ. ഓക്കെ. നമ്മള് നാളെ 6ാമത്തെ ദിവസമല്ലേ അല്ലേ? 6ാമത്തെ ദിവസത്തെ അത്തപ്പൂക്കളത്തിനിടുന്നത് ഇതാണ് കേട്ടോ. നെറ്റിപ്പട്ടം ഒന്നുമില്ല, സാധാ ആന. ഇവിടെ നേരത്തെ എടുത്തു വെച്ചിരുന്ന നെറ്റിപ്പട്ടം കെട്ടിയ ആന. അത് മാറ്റിയിട്ട് അവർ ഈ ആനയാക്കി. അപ്പോൾ ഇവിടെ 2 പേരെ ഇവിടെ സ്ഥലത്തുള്ളു. ഇവിടെ ഇപ്പോൾ വരയ്ക്കുന്നത് അമ്പാടിയും അച്ചുവാണ്. 2 പേരെ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അങ്ങ് സ്റ്റേജിലോട്ട് പോയി. സ്റ്റേജ് വൃത്തിയാക്കാൻ പോയി. ഇവിടെ ഉത്രാടത്തിനൊക്കെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി സ്റ്റേജ് തയ്യാറാക്കാൻ പോയിരിക്കുകയാണ് ബാക്കിയുള്ളവരെല്ലാവരും. അപ്പോൾ ഇവർ സ്കെച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ സ്കെച്ച് തീർന്നതിന് ശേഷം നമുക്ക് വീണ്ടും വീഡിയോ പിടിക്കാം. അത് എടുക്കുന്നതേ ഉള്ളൂ. അതിനൊക്കെ സ്കെച്ച് വരയ്ക്കുന്നതേ ഉള്ളൂ. ഒന്നും ആയിട്ടില്ല. ഇന്ന് 5 മണിയായാലും തീരുന്ന ഒരു ലക്ഷണവും ഇല്ല. 2 പേരും കൂടെ കാര്യമായിട്ട് വരയ്ക്കുകയാണ്. തിട്ടുണ്ട് ഇല്ലേ? ഇവിടെ ലൈറ്റ് ഇടുന്നതിന് വേണ്ടി കമ്പ് നാട്ടേണ് കേട്ടോ. ഇവിടെ ഒരു 30 അടി ഗ്യാപ്പ് കയർ വെച്ച് വലിച്ചാൽ ഒരു കയറ് വലിയ മഞ്ഞ തൊടാതെ മാറ്റി ആനയുടെ സ്കെച്ച് നടക്കട്ടെ. ആനയത് അവരെ വെച്ചിരിക്കുന്നത് കേട്ടോ. ആനയ്ക്ക് ബ്ലാക്ക് ഫിഗർ, ബ്ലാക്കും ബാക്ക്ഗ്രൗണ്ട് വൈറ്റ്. അതായത് ഇന്നവര് 3 മണിയാകുമ്പോൾ തീരുവോടെ? 4 മണിയാകുമ്പോൾ തീരും. എന്നാലും ഒരു 4-4:30 ആകുമ്പോൾ തീരുമെന്ന് പ്രതീക്ഷിക്കാം. തുടങ്ങിയിട്ടില്ലേ? ബ്ലാക്കല്ല, ബ്ലാക്ക് ഉണ്ട്. വൈറ്റ് പിന്നെ ഉപ്പ്, നല്ല ഉപ്പ് ഉണ്ടല്ലോ ഇടാൻ.
എന്നെ കയറുന്നുണ്ട്. അപ്പൊ എനിക്ക് കളിച്ചു. അപ്പോഴാണ് ഞാൻ മാറി. അപ്പോഴ അച്ചുവും അമ്പാടിയുമാണ് ഇടുന്നത്. ഇവിടെ ലൈറ്റൊക്കെ ഇടാൻ വേണ്ടി മരങ്ങളൊക്കെ നാട്ടി വെച്ചിരിക്കുകയാണ്. കമ്പുകൾ പിന്നെ വേണ്ടേ വായി വെച്ചിട്ട് പൈസ ഇട്ട് തുടങ്ങിയില്ല. പൈസ കിട്ടിയിട്ട് വേണം ക്യാമറ മേടിക്കാനുള്ളത്. ഐഫോൺ വാങ്ങിയത്. ഐഫോൺ മതിയാ? ഇത് കൊള്ളൂലേ? ഇതെന്റെ പഴയ ഫോണാണിത്. ഇടുമ്പോ ക്ലാരിറ്റി കുറവാണ്. ഇത്രേ ഇട്ടുള്ളൂ. കണ്ട ഈ കാണുന്നേ ഉള്ളൂ. യൂട്യൂബിൽ പൈസ കിട്ടി തുടങ്ങിയിട്ട് എന്നിട്ട് വേണം എനിക്ക് ഐഫോണൊക്കെ വാങ്ങിക്കാൻ. ഇപ്പം 5 പേരെയുള്ള ബാക്കിയുള്ളവരെല്ലാം അടുത്ത സ്റ്റേജ് ചെയ്യാൻ അവരുടെ സ്റ്റേജ് ചെയ്യാൻ കാറിൻ്റെ കാവാണ് ഈ കാണുന്ന ആന ഫില്ല് ചെയ്ത് തീരാറായില്ല. ആന എൻ്റെ തുമ്പിക്കൈ ചെവി ബാക്ക്ഗ്രൗണ്ട് വെള്ളയാണ്. ഇവിടെ പോയിക്കുന്നു.
ഫോട്ടോ ഒക്കെ പോകും രാവിലെ. ഇത് അന്നത്തെ പരിപാടി ഷെഡ്യൂൾഡാണ്. ദിവസം ഈ ആനയുടെ പോയി ഫോട്ടോ ഇത് അന്നത്തെ ഇനി 1 മണിക്കൂർ കൂടുതൽ എടുക്കുന്നു അല്ലേ? ഇല്ലേ, 1 മണിക്കൂർ എടുക്കില്ലേ? നീ വെള്ളം മാത്രമല്ലേ? അവിടെ ഇട്ടത് കളർ, ഇത് കളർ വ്യത്യാസം. മുകളിലിട്ട കൊള്ളാം, നല്ല കളർ. മുകളിലിട്ടിരുന്ന വെള്ളം കൊള്ളാം. അത് ഇതിൽ തറയിൽ കിടന്ന മാതിരി ഉണ്ടാക്കാം. എന്തിനാ പറഞ്ഞിട്ട് അഴുക്ക ഉപ്പായിപ്പോയി. ഹായ്, ഗുഡ് മോർണിംഗ്. രാവിലെ നല്ല മഴ കേട്ടോ. ഇവിടെ നമ്മുടെ കർമ്മയുടെ 6ാം ദിവസത്തെ അത്തപ്പൂക്കളമാണ്. ഇത് ആനയാണ് ഇട്ടിരിക്കുന്നത്. ഇന്നലെ ഒരു 2 മണി വരെയൊക്കെ ഞാനിവിടെ ഉണർന്നിരുന്ന്, ഇപ്പോഴും ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ആദ്യം ഇവർ വേറെ ഒരു ആന ഡിസൈനാണ് പറഞ്ഞിരുന്നത് കേട്ടോ. പിന്നെ രണ്ടാമത് സെലക്ട് ചെയ്ത് തന്നെ ഇത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം.